വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന നൌഷാദിനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് നൌഷാദിനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ മാസമാണ് നീലഗിരിയിലെ വനത്തിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസം ഈ സംഭവം പുറത്തു വന്ന ശേഷം വിദേശത്തുണ്ടായിരുന്ന നൌഷാദ് പറഞ്ഞ കാര്യം ഹേമചന്ദ്രൻ സ്വമേധയാ മരിച്ചതാണ്, ആത്മഹത്യ ചെയ്തതാണ്, തങ്ങൾക്ക് ഇത് കൊലപാതകമല്ല, കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണം നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിവേഗത്തിൽ തന്നെ പോലീസിന് നൌഷാദിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രാഥമികമായി നൌഷാദിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇയാളിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം? കൊലപാതകത്തിൽ കൃത്യമായ പങ്ക് നൌഷാദിനുണ്ട് എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ആ പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് ഈ കൊലപാതകത്തിൽ കൃത്യമായ ഒരു പങ്ക് ഈ നൌഷാദിനുണ്ട് എന്നത് തന്നെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയും ചെയ്ത്. ഇയാൾ 2.5 മാസമായി സൗദിയിൽ കഴിയുകയായിരുന്നു. സൗദിയിൽ ടൂറിസ്റ്റ് വിസയിൽ സൗദിയിലേക്ക് പോയ ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആ കാലാവധി കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടുകളിലടക്കം പോലീസ് തെരച്ചിൽ നോട്ടീസ് ഇയാൾക്കെതിരെ നൽകുകയും ചെയ്തിരുന്നു. ആദ്യം ഈ സൗദിയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം അവിടെ നിന്നും നാട്ടിലേക്ക് വരണമെന്ന രീതിയിലാണ് ഇയാൾ ആസൂത്രണം ചെയ്തത്. പക്ഷേ പിന്നീട് ഇയാൾ വിചാരിച്ചത് സൗദിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ ബംഗളൂരുവിൽ ഉദ്യോഗസ്ഥർ പിടികൂടുകയില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇയാൾ സൗദിയിൽ നിന്നും മസ്കറ്റിലേക്ക് പോവുകയും മസ്കറ്റിൽ നിന്ന് പിന്നീട് ബംഗളൂരുവിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. പക്ഷേ ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ ഇയാളെ തിരിച്ചറിയുകയും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് നിന്നുള്ള അന്വേഷണ സംഘം ഇന്നലെ രാത്രി തന്നെ ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് രാവിലെ പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. എന്തായാലും അവിടെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് റിമാൻഡ് ചെയ്യുന്നതിനുള്ളൊരു നീക്കം തന്നെയാണ് പോലീസ് ഉള്ളത്. നേരത്തെ പ്രതിയിലായ പിടികൾ കൃത്യമായ വിവരങ്ങൾ ഇയാളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത ഒരു 2-2.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ അവകാശപ്പെട്ടത് താനുമായി സാമ്പത്തികമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ വിളിച്ചുകൊണ്ട് പോകുക മാത്രമാണ് ചെയ്തത്. തങ്ങൾ ഒരു മുറിക്ക് ഉള്ളിൽ ആക്കിയ ശേഷം പുറത്തോട്ട് പോയി മടങ്ങിയെത്തുമ്പോൾ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഹേമേന്ദ്രനുള്ളത്. പിന്നീട് ആ മൃതദേഹം സംസ്കരിക്കുക അല്ലെങ്കിൽ കുഴിച്ചിടുന്ന ഒരു കാര്യം മാത്രമാണ് തങ്ങൾ ചെയ്ത്. മറ്റ് കൊലയിൽ അല്ലെങ്കിൽ ഇയാളെ വകവരുത്തിയതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന വിശദീകരണമാണ് നൌഷാദ് നൽകിയത് കേട്ടോ. തീർച്ചയായും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഏറെ നിർണായകമാണല്ലോ. അതിനകത്ത് എന്താണ് സൂചിപ്പിച്ചത്? ഇങ്ങനെ ഒരു തൂങ്ങി മരണം എന്നാണോ, അതോ ക്രൂരമായിട്ടുള്ള ആക്രമണം ഇയാൾക്ക് നേരിട്ടിട്ടുണ്ടോ ഈ ഹേമചന്ദ്രന്? മാത്രമല്ല, നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ പിടിയിലായ 3 പേർ, ഈ 3 പേർ നൽകിയ മൊഴിയും നൌഷാദാണ് കേസിലെ മുഖ്യപ്രതി. നൌഷാദിൻ്റെ പങ്ക് കൃത്യമായും പരിശോധിക്കണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം നടത്തിയത്. എന്തായാലും ആ കാര്യം പോലീസിന് എളുപ്പത്തിൽ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു. നൌഷാദിനെ പിടികൂടാൻ കഴിഞ്ഞു. ഇനി ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുകയാണ്. പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമോ? കാരണം നിലവിൽ 3 പേർ റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ കസ്റ്റഡിയിൽ വാങ്ങി നൌഷാദിനൊപ്പം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരിക്കുമോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? ടോം, നിലവിൽ ഈ നൌഷാദിന്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഈ നിഷ്കളങ്കനാണ് എന്ന രീതിയിലുള്ള പറച്ചിലുകളൊക്കെ പോലീസ് പൂർണ്ണമായും തള്ളുകയാണ്. കാരണം ഈ ഹേമേന്ദ്രന് കൃത്യമായ മർദ്ദനം ഏറ്റതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് മർദ്ദനമേറ്റും മറ്റൊന്ന് ശ്വാസം മുട്ടിയുമാണ് മരിച്ചിരിക്കുന്നത്. അതായത് ബലപ്രയോഗത്തിലൂടെ ബോധപൂർവമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. മറിച്ച് ഈ തൂങ്ങി മരിച്ച രീതിയിലുള്ള ലക്ഷണങ്ങളല്ല ശരീരത്തിൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രകടമായിരിക്കുന്നു. അപ്പോൾ മറ്റ് ഈ സാക്ഷികളുടെ അല്ലെങ്കിൽ ഈ പ്രതികളുടെ തന്നെ മൊഴിയും ഇക്കാര്യം സാധൂകരിക്കുന്നതാണ്. എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യും. പിന്നീട് കസ്റ്റഡിയിലുള്ള
മറ്റു പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ നൽകി അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വാങ്ങും. പിന്നീട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. ഒപ്പം ഇപ്പോൾ പിടിയിലായ പ്രതികൾക്കപ്പുറം 2 സ്ത്രീകൾക്ക് കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നൊരു വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ആ സ്ത്രീകളെ കൂടി ഒരുപക്ഷെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കം കാണുന്നു. കാരണം കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും ഹേമേന്ദ്രനെ വിളിച്ചിറക്കിയത് ഒരു സ്ത്രീയായിരുന്നു. അവരുമായി ഹേമേന്ദ്രന് സൗഹൃദമുണ്ടായിരുന്നു. ആ അടുപ്പം മുതലെടുത്ത് അവർ പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് ഈ നൌഷാദ് അടക്കമുള്ളവരുടെ കസ്റ്റഡിയിലേക്ക് നൽകുകയുമായിരുന്നു. അങ്ങനെയാണ് വയനാട്ടിലെ ഒരു വീട്ടിൽ അടച്ചിടുകയും അവിടെ വെച്ച് വലിയ ശാരീരിക പീഡനങ്ങൾക്ക് ഇയാളെ വശഗതനാക്കുകയും ചെയ്തത്. ഇതെല്ലാം ഈ സാമ്പത്തിക തർക്കത്തിന്റെ പേരിലായിരുന്നു. കാരണം ഹേമേന്ദ്രൻ ഈ നൌഷാദിനെ കുറിച്ച് പണം നൽകാനുണ്ടായിരുന്നു. ആ പണം ആവശ്യപ്പെട്ട് പലതവണ കോഴിക്കോടൊക്കെ എത്തിയെങ്കിലും ആ പണം മടക്കി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ പണം ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റു ചില ആളുകളിൽ നിന്നും ഹേമേന്ദ്രൻ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നും അന്വേഷണ സംഘത്തിന് തങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പണമിടപാടുമായി ബന്ധപ്പെട്ടവരിൽ ഒരാളാണ് നൌഷാദ്. മറ്റ് ആളുകൾക്കും ചിലർക്കും ഈ ഹേമേന്ദ്രൻ പണം കൊടുക്കാനുണ്ടായിരുന്നു. അവരെല്ലാം ഒരു സംയോജിതമായി ഒരു ആസൂത്രണം ചെയ്താണ് ഈ കൊലപാതകം നടത്തിയതെന്ന ഒരു സംശയം പോലീസിനുണ്ട്. എന്തായാലും ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ? അതോടൊപ്പം അനീഷ് നേരത്തെ സൂചിപ്പിച്ചു 2 സ്ത്രീകൾക്ക് ഈ കേസിൽ പങ്കുണ്ട്, അവരിലേക്ക് ഒരുപക്ഷെ അന്വേഷണം നീങ്ങുമെന്ന്. ഈ ഹേമചന്ദ്രനെ ഈ ഹോട്ടൽ ലോഡ്ജിൽ നിന്നും വിളിച്ചിറക്കി ഈ പ്രതികൾക്ക് കൈമാറിയത് പെൺസുഹൃത്തായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ പോലീസിനോട് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി ബ്ലാക്ക് മെയിൽ ചെയ്താണ്. അതായത് ഹേമചന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളെ അറിയിക്കുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് തുടർന്ന് ഹേമചന്ദ്രനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ നിർബന്ധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാത്രമാണ് തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ്, അല്ലാണ്ട് കൊലപാതകത്തിൽ യാതൊരു പങ്കും തനിക്കില്ല എന്ന് ആ സ്ത്രീ പോലീസിന് മൊഴി നൽകിയതാണ്. ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ, അതോ ഈ സ്ത്രീക്കും ഈ പെൺസുഹൃത്തിനും ഹേമചന്ദ്രൻ്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ യുവതി അല്ലെങ്കിൽ സ്ത്രീ ഈ മൊഴി നൽകിയിട്ടില്ല. മറിച്ച് ഈ കൃത്യമായി അറിയാമായിരുന്നു ഇവർ തട്ടിക്കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പണം, ഒരുപാട് പണം ഈ ഹേമേന്ദ്രൻ്റെ കയ്യിൽ കുടുങ്ങിക്കിടക്കുന്നു. ആ പണം പലവട്ടം ചോദിച്ചിട്ടും മടക്കി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പണത്തിൻ്റെ ആവശ്യത്തിനായി കുറച്ച് സമയം കയ്യിൽ വേണം എന്നുള്ള ആവശ്യം ഉണ്ടായി. അതനുസരിച്ചാണ് താൻ ആ ലോഡ്ജിൽ നിന്നും ഹേമേന്ദ്രനെ ഈ പ്രതികളായ നൌഷാദിനും മറ്റു കൂട്ടാളികൾക്കും എത്തിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മറ്റ് സാമ്പത്തികമായ നേട്ടങ്ങളോ മറ്റെന്തെങ്കിലും ഇടപാടുകളോ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ നൌഷാദുമൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഒന്നിലധികം സ്ത്രീകളുമായി സൗഹൃദം ഹേമേന്ദ്രൻ ഉണ്ടായിരുന്നു. മറ്റൊരു സ്ത്രീയുമായും സമാനമായ രീതിയിൽ തന്നെ സൗഹൃദം ഉണ്ടായിരുന്നു. അവരും ചില രീതികളിൽ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ട്. എന്തായാലും ഈ നൌഷാദിനെ അറസ്റ്റ് ചെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ നൌഷാദിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകും. കാരണം ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് നൌഷാദിനാണ്. മറ്റുള്ളവർ നൌഷാദിനൊപ്പം ചേർന്ന് കൃത്യത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ നൌഷാദിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ ഈ ഇപ്പോൾ നിലവിൽ സംശയമുനയിലുള്ള സ്ത്രീയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഒപ്പം മറ്റൊരു സ്ത്രീക്കും ഈ കൃത്യത്തിൽ ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അക്കാര്യത്തെക്കുറിച്ചും പോലീസ് കൃത്യമായി ഒരു ആലോചന നടത്തും. എന്തായാലും കൃത്യമായൊരു ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു. കാരണം ദൃശ്യം മോഡൽ എന്നൊക്കെ പറയുമ്പോഴും ഈ ഹേമേന്ദ്രനെ കാണാതാവുന്നു, പിന്നീട് കൊല ചെയ്യുന്നു, കാട്ടിനുള്ളിൽ കുഴിച്ചിടുന്നു. ഇതിനുശേഷവും ഹേമേന്ദ്രന്റെ ഫോൺ ആക്റ്റീവായി നിലനിർത്തുന്നു. തീർച്ചയായും അനീഷ്, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദ്, അയാളുടെ ഭാഗത്തു നിന്ന് കൊലപാതകത്തിന് ശേഷം തന്ത്രപരമായ പല നീക്കങ്ങളും ഉണ്ടായി. കാരണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മൃതദേഹം വയനാട്ടിൽ നിന്നും കർണാടക വനമേഖലയുടെ സമീപത്തുള്ള വനമേഖലയിൽ കൊണ്ടുപോയി മൃതദേഹം കുഴിച്ചിടുന്നു. കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ്റെ ഫോൺ ഈ പ്രതികൾ തന്നെ തട്ടിയെടുക്കുന്നു. അതിനുശേഷം അവർ ഈ ഹേമചന്ദ്രൻ്റെ ബന്ധുക്കളുമായി, കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെ പല ഈ ദൃശ്യം മോഡൽ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ നീക്കങ്ങൾ ഈ കേസിലുണ്ടായതാണ്. ഈ നൌഷാദിന് കേസിൽ പങ്കുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ചില വിശദീകരണങ്ങളുണ്ട്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു 2-2.5 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു. അങ്ങനെ കേസ് വഴിതിരിച്ചുവിടാനുള്ള പല നീക്കങ്ങളും
ഇയാളുടെ നൗഷാദിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. അത്രയ്ക്കും ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു കുറ്റവാളി. ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതാണ് ഈ നൗഷാദിൻ്റെ. ഇതുപോലെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ മുൻപ് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ നൗഷാദ്? അങ്ങനെ ക്രിമിനൽ കേസുകൾ കാര്യമായി നൗഷാദിൻ്റെ പേരിലുണ്ട് എന്നതിനെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നില്ല. ഇവിടെയും ഈ തൻ്റെ പണം, ഈ ഹേമേന്ദ്രന് നൽകിയ പണം വാങ്ങിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു പ്രാഥമികമായി ഈ നൗഷാദിനുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് തട്ടിക്കൊണ്ടുപോവുകയും തടവിൽ പാർപ്പിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനിടയിലുണ്ടായ സംഘർഷം, അല്ലെങ്കിൽ അതിനിടയിൽ ഈ ഹേമേന്ദ്രനെ വളരെയധികം മർദ്ദിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം പണം ലഭിക്കാൻ ഈ തട്ടിക്കൊണ്ടുപോയി മർദ്ദനമല്ലാതെ മറ്റു വഴികളില്ല എന്ന രീതി മാത്രം, അല്ലെങ്കിൽ ആ ഒരു രീതി തെരഞ്ഞെടുത്താണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് കൊണ്ടുപോയത്. ഒപ്പം അതിനു മുമ്പായി എങ്ങനെ സമർത്ഥമായി ഈ ഹേമേന്ദ്രനെ കെണിയിലാക്കാം എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ ഈ നൗഷാദിനുണ്ട്. കാരണം എവിടേക്കാണ് സാധാരണ ഹേമേന്ദ്രൻ പോകാറ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ആഴ്ചകളോളം മാറി നിന്നാൽ പോലും ഹേമചന്ദ്രനെ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു അന്വേഷണം കുടുംബത്തിൻ്റെ ഭാഗത്തും നിന്നും ഉണ്ടാവില്ല എന്ന് കൃത്യമായി നൗഷാദിന് അറിയാമായിരുന്നു. കാരണം ഭാര്യയുമായി ഒക്കെ അത്ര രസച്ചേർച്ച ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. ഒപ്പം ഈ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം മറ്റിടങ്ങളിലേക്കൊക്കെ പോയി നിൽക്കുന്ന ആളുകൾ, ഈ രണ്ട് സ്ത്രീകളുമായുള്ള സൗഹൃദമുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ എടുത്ത് പോയി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത രീതിയാണ് ഹേമേന്ദ്രൻ പുലർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഹേമേന്ദ്രൻ എവിടെയൊക്കെ പോകുന്നു, ആരൊക്കെ ഇടപെടുന്നു, ഏത് ഭാഗങ്ങളിൽ താമസിക്കുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായൊരു വിലയിരുത്തൽ നടത്തിയ ശേഷമാണ് തട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ ഹേമേന്ദ്രൻ്റെ വനിതാ സുഹൃത്തിനെ ഇതിനായി തിരഞ്ഞെടുക്കുകയും അവരെ കൊണ്ട് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ നൗഷാദ് നടത്തിയിട്ടുണ്ട്. കൃത്യമായി ഹേമേന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞുള്ള ഒരു നടപടിക്രമവും ഉണ്ടായി. പക്ഷേ പണം തിരിച്ചു പിടിക്കാൻ മാത്രം കഴിഞ്ഞില്ല. മറ്റുള്ള ഈ നൗഷാദുമായി കൂട്ടുചേർന്ന് കൃത്യം ആസൂത്രണം ചെയ്തവരുടെ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ പണം തിരിച്ചെടുക്കാൻ മാത്രം കഴിഞ്ഞില്ല. കാരണം ഹേമേന്ദ്രൻ്റെ കൈവശം പണം ഇല്ലായിരുന്നു എന്നതാണ് വസ്തുതയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കിട്ടുന്ന പണം അപ്പോൾ തന്നെ ദൂർത്തടിക്കുകയും അല്ലെങ്കിൽ വനിതാ സുഹൃത്തുക്കൾക്കൊക്കെയായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെയാണ് ഈ പണം വിനിയോഗിച്ചത്. അതുകൊണ്ട് തടവിൽ കഴിഞ്ഞപ്പോഴും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും പണം മടക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഹേമേന്ദ്രൻ മാറുകയും ചെയ്തിരുന്നു. എന്തായാലും അക്കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞ് വളരെ ആസൂത്രിതമായാണ് തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ പിന്നീട് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല. ക്രൂരമായ മർദ്ദനത്തിനിടയ്ക്ക് ഹേമേന്ദ്രൻ മരിക്കുന്നു. പിന്നീട് ആ മൃതശരീരം എവിടെയെങ്കിലും ആരും അറിയാത്ത രീതിയിൽ കൊണ്ട് മാറ്റുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന ഒരു രീതി മാത്രമാണ്. അതിനാണ് കാട്ടിനുള്ളിലെ സ്ഥലം തിരഞ്ഞെടുത്തത്. അവിടേക്ക് മറ്റാളുകൾ ചെല്ലില്ല എന്ന ഒരു കണക്കൂട്ടലാണുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നതാണ്. ഈ കാണാതായ മാർച്ചിൽ തന്നെ പരാതി ലഭിച്ചെങ്കിലും അതിന്മേൽ കാര്യമായൊരു അന്വേഷണം പുരോഗമിച്ചില്ല. പിന്നീട് ഏപ്രിലിൽ ഇത് സംബന്ധിച്ച മാർച്ചിൽ കാണാതായിട്ട് ഏപ്രിൽ ഒരു പകുതിയോടുകൂടി തന്നെ കുടുംബം പരാതിയുമായി വരുന്നു, മകൾ പരാതിയുമായി വരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഈ നൗഷാദ് അടക്കമുള്ളവരെ അന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. അവർ പക്ഷേ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് തന്നെ ഒരിക്കലും തങ്ങളിലേക്ക് ഈ കുറ്റവാളി എന്ന ലേബൽ എത്തില്ല എന്നൊക്കെ വിചാരിച്ചാണ് അവർ ഇരുന്നത്. പക്ഷേ ആ നീക്കങ്ങളൊക്കെ പൊളിഞ്ഞു. ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ അറസ്റ്റിലായി. ഇനി മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കൂടുതൽ ആളുകൾ ഈ കൃത്യത്തിലുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ പരിശോധനയും നടക്കും കേട്ടോ. യെസ്, വ്യക്തമാണ്. വയനാട് സ്വദേശി ഹേമചന്ദ്രൻ്റെ കൊലപാതകത്തിലാണ് പോലീസ് മുഖ്യപ്രതി നൗഷാദിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്.